ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി സ്വീറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ നായകൻ കേട്ടോ, അതായത് നമ്മുടെ ചക്കക്കുരു. ഇപ്പം സുലഭമായി കിട്ടുന്ന സാധനമാണ് നമ്മുടെ ചക്കക്കുരു. അങ്ങനെ ചക്കക്കുരു നന്നായിട്ട് ഞാൻ കഴുകി ഒന്ന് കുക്കറിലേക്ക് ഇട്ട് നല്ല 2 വിസിൽ അങ്ങോട്ട് കേൾപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പുമായിട്ടെ എന്നിട്ടാണ് 2 വിസിൽ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചക്കക്കുരു നല്ല വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്തിട്ട് നമുക്കതൊന്ന് പൊളിച്ചെടുക്കണം. അങ്ങനെ പൊളിച്ചൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിയിൽ അടിച്ച് പൊടിച്ചെടുക്കണം. അപ്പോൾ ചക്കക്കുരു കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയെടുത്ത് പുഴുങ്ങി ആറി പൊളിച്ചെടുത്ത് മിക്സിയിൽ അടിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കണമേ. അങ്ങനെ ഞാൻ പൊടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ പഞ്ചസാരയും കുറച്ച് ഏലക്കായും കൂടെ ഞാനൊന്ന് മിക്സിയിൽ അടിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരുവിലേക്ക് ആ പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. കുറച്ച് നെയ്യും കൂടെ ചേർക്കണം കേട്ടോ, എന്നിട്ട് വേണം ഇളക്കാൻ. അപ്പോൾ അടുപ്പത്തിരുന്ന് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടിൽ വെച്ച് അടിക്കൊക്കെ പിടിക്കാതെ നോക്കണം കേട്ടോ. ഇത് പൊടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കും. അതിന് നെയ്യും കൂടെ ചേർക്കണതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ഉരുട്ടി നല്ല ഇതാക്കി ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോളായിട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള ലഡു. നല്ല സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണേ. ഇനി ഞാനും എൻ്റെ മോനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളത് ടേസ്റ്റ് ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. എന്നിട്ട് കമൻ്റ് ഇടണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.